അള്ളാഹുവിന് വേണ്ടി കർമ്മം ചെയ്തവർ, എന്റെ റബ്ബനിക്ക് കൂലി തരണം എന്ന് ആഗ്രഹിച്ച് ചെയ്തവർ. ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി ഖറാബതൻ, എനിക്ക് ചില ബന്ധുക്കളുണ്ട് നബിയേ, അസ്ലുഹും വയഖ്തഊനി, ഞാൻ അവരോട് സ്നേഹബന്ധത്തിലാണ്, ഞാൻ അവരെ സ്നേഹത്തോടെയാണ് അവരോട് പെരുമാറുന്നത്. വയഖ്തഊനി, അവരെന്നോട് വിഷമുള്ളതേ പറയൂ. ഞാൻ അവരോട് അടുക്കണമെന്നാ നോക്കുന്നത്, അവരെന്നോട് അകലാനാണ് ശ്രമിക്കുന്നത് നബിയേ. വഹ്സിനു ഇലൈഹിം വയുസീഊന ഇലയ്യ യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ അവർക്ക് നന്മയാണ് ചെയ്യുന്നത്, അവരെനിക്ക് തിന്മ. സുബ്ഹാനല്ലാഹ്. തൊട്ടടുത്ത അയൽപക്കക്കാരാവാം, നോമ്പുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പത്തൽ ഇറച്ചിയൊക്കെ കൊണ്ടേ കൊടുക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് അവിടുത്തെ വേസ്റ്റൊക്കെ മുറ്റത്തേക്ക് ഇടുന്നു. അതപ്പോ പറഞ്ഞതിന്റെ അർത്ഥം ഒരു ഉദാഹരണം പറയാം. അങ്ങോട്ട് ചെയ്യുന്നത് നന്മയാണ്, ഇങ്ങോട്ട് ഉപദ്രവമാണ് നബിയെ. അഹ്ലുമു അലൈഹിം വയജ്ഹലൂന അലയ്യ, ഇതൊരു സ്വഹാബിയാണ് പറഞ്ഞതെന്നും ഹദീസിലുണ്ട്, ഒരാണാണ്. നബിയെ ഞാൻ അവരോട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് പെരുമാറുന്നത്, ക്ഷമയോടുകൂടെയാണ് പെരുമാറുന്നത്, അവരാണെങ്കിലോ വിവരക്കേട് എന്നോട് കാണിക്കുന്നുണ്ട് നബിയെ, ഞാൻ എന്ത് ചെയ്യണം? നമ്മളാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? ഈ പരാതി പോയി പറയാൻ നോക്കുവോ? ഉസ്താദന്മാരോട് പോയി ചോദിക്കാൻ നോക്കുവോ? നമ്മൾ തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യസാലു, നിങ്ങൾ ചെയ്ത പോലെ തന്നെ തുടരുക, നിങ്ങൾ ചെയ്യുന്ന നന്മ തുടർന്നു കൊണ്ടേയിരിക്കുക. ലാ യസാലു ലക മിനല്ലാഹി ളഹീർ മാ ദുംത, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ അല്ലാഹുവിൽ നിന്ന് സഹായം നിങ്ങൾക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കും. ഇൻ കാന കമാ ഖുൽത് ഫകഅന്നമാ തുസിഫുഹുൽ മല്ല, നിങ്ങൾ അവർക്ക് വെണ്ണീർ തീറ്റിക്കുന്നതിന് തുല്യമാണത്. നിങ്ങൾ കൊടുക്കുന്ന നന്മ അവർക്ക് പരിപോഷണം കിട്ടുന്നില്ല. ഭക്ഷണത്തിന് പകരം വെണ്ണീർ തിന്നുന്ന പോലെയാണ്. അതല്ല, അവർക്ക് നരകം തീ കിട്ടാൻ മാത്രം ശിക്ഷയുള്ള അത്രയും ഗുരുതരമായ തെറ്റാണ് അവർ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറിക്കോ. എന്തേ? നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്തിനാ? അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാനാണ്. അല്ലാതെ ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും അവരെ കാണുമ്പോൾ ചിരിക്കണം, അതിനല്ല. നമ്മൾക്ക് അവർ കുറച്ച് ഇഫ്താർ കിറ്റ് കൊണ്ടുപോയി കൊടുത്തു, പിന്നെ നമ്മൾ എഴുന്നേറ്റിക്കണം. നോ 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 നോ, അതിനൊന്നും ചെയ്യണ്ടേ, അതൊക്കെ വേസ്റ്റായി പോകും, പൈസ ഒക്കെ നഷ്ടപ്പെടും. നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാനാണ്. അവരിങ്ങോട്ട് പെരുമാറുന്നത് മോശമാണ്, എന്നിട്ടും റബ്ബേ ഞാൻ അവരോട് ചെയ്യുന്ന നന്മ നീ എനിക്ക് കൂലി തരാനാണ്. മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, നബിതങ്ങളുടെ പുന്നാര ഭാര്യയല്ലേ, സിദ്ദീഖിനവരുടെ പുന്നാര മോൾ ആയിഷത്തു സിദ്ദീഖ, ആയിഷ ബിൻതു സിദ്ദീഖ് അസ്സുദ്ദീഖത്തു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് കപടവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ അപമാനപ്പെടുത്തുന്ന വാർത്തകൾ പറഞ്ഞു വരുത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവ് പുലർത്തുന്ന, സഹായം ചെയ്തിരുന്ന തന്റെ അമ്മായിയുടെ മകൻ മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു എന്ന പാവമായ ഒരു സ്വഹാബി, ആ സ്വഹാബിക്ക് ജീവിക്കാനുള്ള വക കൊടുക്കുന്നത് ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചും സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും വേണ്ടാത്തത്, പറയാൻ പാടില്ലാത്തത് കപടവിശ്വാസികൾ പറഞ്ഞു വരുത്തിയപ്പോൾ ആ വാക്കുകൾ ഏറ്റുപറഞ്ഞു പോയി. ചില ആളുകൾ ഏറ്റുപറഞ്ഞു പോയി, അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഹംന ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഈ സ്വഹാബി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ മകൻ മിസ്തഹ് ഇബ്നു ഉസാസ, അവർക്കൊക്കെ 80 വീതം അടിക്കപ്പെട്ടു. വ്യഭിചാര ആരോപണം ഒരാൾ തെളിവുകളില്ലാതെ പറഞ്ഞാൽ, തെളിവെന്ന് പറഞ്ഞാൽ 4 സാക്ഷികൾ പച്ചയിൽ കാണുന്ന രീതിയിൽ വിഷയം കാണാതെ വെറുതെ ആരോപണം ഉന്നയിച്ചാൽ ഇസ്ലാമിന്റെ കോടതി അവർക്ക് 80 സ്ലാബ്സ് 80 അടിക്കപ്പെടുന്ന 80 വീതം അടി ഖദ്ഫിന്റെ ശിക്ഷയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പൊന്നാര മോൾ, എന്റെ ഹബീബിന്റെ ഭാര്യ, എന്റെ കണ്ണിലുണ്ണിയായ റസൂലിന്റെ കുടുംബിനി, അതും എന്റെ മോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അരുതാത്തത് ആളുകൾ പറഞ്ഞപ്പോ ഏറ്റുപറഞ്ഞു പോയ മിസ്തഹിന് ഇനി ഞാൻ ഭക്ഷണം കൊടുക്കൂല. നമ്മളാണെങ്കിൽ അങ്ങനല്ലേ തീരുമാനിക്കുക? നമ്മുടെ സ്വന്തം മോള്, നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ,
നമ്മുടെ കൂടെ കഴിയുന്ന ആൾ, നമ്മുടെ വീട്ടിൽ നിന്ന് ചോറ് വെച്ച് പോകുന്ന ആള് നമ്മുടെ മോൾക്കൊരു കല്യാണം വന്നപ്പോ അത് മുടക്കി. പടച്ചോനെ, ഇവനത് ചെയ്തല്ലോ റബ്ബേ, സ്വന്തം പുരക്കാരത് ചെയ്തല്ലോ, സ്വന്തം വീട്ടുകാരത് ചെയ്തല്ലോ. ഭയങ്കര വിഷമമുണ്ടാവും, ഭയങ്കര വിഷമമുണ്ടാവും. ഈ സ്വന്തക്കാര് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമുണ്ടാവും. ഈ വിഷമാണ് ഇപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷയിലൊക്കെ കാണുന്നത്. നമ്മൾ അള്ളാഹിന്റെ സ്വന്തക്കാർ, നമ്മൾ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ശിക്ഷ വരുമ്പോൾ ഭയങ്കര അടിയാ വരിക. അതുകൊണ്ട് ആ സുനാമിയിലൊക്കെ ലക്ഷങ്ങൾ മരിച്ചത്. അമേരിക്കയിൽ വരുന്നുണ്ട് കത്രീനൊക്കെ, നല്ല ചുരുക്കുള്ള പേരാണ് കത്രീന. കൊടുങ്കാറ്റ് അവിടെ അടിക്കുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ കൊടുങ്കാറ്റ് അടിച്ചാൽ മരിക്കുന്നത് ലക്ഷങ്ങളായിരിക്കും. എന്നാ കാഫറുകളുടെ രാജ്യത്ത് അടിക്കുമ്പോൾ മരിക്കുന്നത് എത്രയാ? 7 പേർ. ശക്തമായ കൊടുങ്കാറ്റ് എത്ര പേര് മരിച്ചു? 2 ആൾക്ക് ആൾനാശം, 2-3 കാറ് മറിഞ്ഞു. എവിടെ? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നാട്ടിൽ. ഇന്തോനേഷ്യയിൽ, മലേഷ്യയിൽ, മുസ്ലിം രാജ്യങ്ങളിൽ സുനാമി വന്നപ്പോ എത്ര മരിച്ചെന്നറിയോ? ദശലക്ഷക്കണക്കിന് ആൾക്കാർ. അല്ലാമ ഇഖ്ബാൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ച ചില വാക്കുകളാണ് ഷിഖ്വ എന്ന് പറഞ്ഞ കാവ്യകണ്ഠത്തിലുള്ളത്. ഷിഖ്വ, ജവാബെ ഷിഖ്വ. കുല്ലിയാത്ത് ഇഖ്ബാൽ കാണാൻ എന്താ കുറച്ചു ഞങ്ങളെ വല്ലാണ്ട് അടിക്കുന്നത്, ശത്രുക്കൾ അടിക്കുമ്പോൾ ഈ മെല്ലെ അടിക്കുന്നുള്ളൂ, ഞങ്ങളെ വല്ലാണ്ട് അടിക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ ഈ ഗസയിലൊക്കെ കാണുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് ശത്രുക്കളെ. അവരെ ഞാൻ കുറച്ചു കാലത്തേക്ക് ഇവിടെ വെക്കുന്നുണ്ട്, അവരെന്റെ അടുത്തേക്ക് വരാനുള്ളവരാ, അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ എന്റെ ആളുകളാ. സ്വന്തക്കാരിങ്ങനെ ചെയ്യേ, സ്വന്തക്കാരെ നിങ്ങൾ തോന്നിവാസം ചെയ്തെന്നാ വിടൂല. അതാണ് പോലീസുകാരൻ പരിചയമുള്ള ആളാണെങ്കിൽ 4 അടി ഏറെ കിട്ടുമെന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെയാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഗുരുതരമാണ്. നമ്മളിത് ബോധമുള്ള ആളുകളാണ്, നമ്മളിത് ചെയ്യാൻ പാടില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവരുടെ മനസ്സ് വേദനിപ്പിച്ച സംഭവത്തിൽ ബഹുമാനപ്പെട്ടവർ സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും മിസ്തഹിന് സഹായം ചെയ്യൂല. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. ولا يأتل أولو الفضل منكم والسعة. നിങ്ങളിൽ അല്ലാഹു സൗകര്യങ്ങളും സമ്പത്തും നൽകിയ ആളുകൾ സത്യം ചെയ്ത് പറയരുത്. സ്വന്തം ബന്ധുക്കളെ, മിസ്കീന്മാരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത, ധർമ്മസമരം ചെയ്ത, ഹിജ്റ ചെയ്ത ആളുകൾക്ക് ഇനി ഞാൻ കൊടുക്കില്ലെന്ന് നിങ്ങൾ പറയല്ലേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വൽയഅഫൂ വൽയസ്ഫഹൂ. നിങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുത്തൂടെ, എന്നേക്കുമായി പുറത്തു കൊടുത്തൂടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? തങ്ങളുടെ ആയത്തിറങ്ങിയപ്പോ ബലാ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ കൊതിക്കുന്നു. അല്ലാഹ്, ഈ മിസ്തഹ് എന്റെ ബന്ധുവാണ്, പക്ഷേ എന്നെ വേദനിപ്പിക്കുന്നത് പറഞ്ഞു പോയതിന്റെ പേരിൽ ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞ് സത്യം ചെയ്ത് പറഞ്ഞ ആ സത്യത്തിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യും. സത്യം ചെയ്ത് പ്രായശ്ചിത്തം വേണം.